ആവേശഭരിതമായി കോട്ടുത്സവത്തിന് തിരൂർ താലൂക്കിലെ തിരൂർ തിരൂർ പൗരാവലി മൊത്തം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ കോട്ട് പ്രദേശത്തെ 5 ക്ലബ്ബുകളാണ് ഇതിൽ അണിനിരക്കുന്നത്. ഒന്ന് മുഷ്കെട്ട് കുന്നുമ്മൽ, അതുപോലെ തന്നെ പടവെട്ട് ഗ്രൂപ്പ്, അതുപോലെ തന്നെ സൺഡേ ബസാർ, ടൗൺ സ്ക്വയർ, ടീം കോട്ട് ഫെസ്റ്റ് ജൂനിയർ, ഇങ്ങനെ 5 ടീമുകളായി തിരിച്ച് നമ്മൾ 12 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പോകാൻ ഉദ്ദേശിച്ചിരുന്നതിൽ, എന്നാൽ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യവും ക്രൗഡും എല്ലാം കണക്കാക്കി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 6 ഗജവീരന്മാർക്കാണ് നമുക്കിപ്പോൾ ഇതുവരെ പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. അവരുടെ ചെക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ പയ്യനങ്ങാടിയിൽ നിന്നും നമ്മുടെ ബഹുമാന്യനായ നഗരസഭാ ചെയർമാൻ ഇബ്രാഹിം ഹാജി കീഴടത്തിലും നമ്മുടെ നാട്ടിലെ പ്രമാണിമാരും കൂടി നമ്മുടെ ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരിലെ തന്നെ പ്രശസ്തമായ കോട്ടുത്സവം നടക്കുന്ന നഗരിയിലാണ്. ഈ കോട്ടുത്സവത്തിനെ പറ്റി ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് പരിപാടികൾ, എന്തൊക്കെയാണ് പരിപാടി എന്ന് പറഞ്ഞാൽ? കോട്ടുത്സവം എന്ന് പറഞ്ഞാൽ 15 വർഷമായിട്ട് 15ാമത്തെ കോട്ട് ഫെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ഇത് വമ്പിച്ചൊരു പരിപാടിയായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ കഴിയും, ഒരു ജനസമുദ്രം തന്നെ. ജില്ലയുടെ നാനാഭാഗത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് തുടങ്ങി തിരൂര് കല്ലിങ്ങൽ റോഡിന് ചുറ്റുഭാഗം ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വമ്പിച്ചൊരു പരിപാടിയാണ്. 12 ആനകളോട് കൂടി 500-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന വമ്പിച്ചൊരു പരിപാടി. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഈ കോട്ട് ഫെസ്റ്റിവൽ എന്നാണ് പറയാനുള്ളത്. ഉത്സവത്തിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? കോട്ട് ഉത്സവം എന്ന് വെച്ചാൽ കോട്ട് ദേശത്തിന്റെ ഏറെക്കാലമായിട്ട് നടക്കുന്ന ഒരു വലിയ ഉത്സവം തന്നെയാണ് കോട്ടുത്സവം. എല്ലാവരും സ്വാഭാവികമായിട്ട് 10, 12, 8, 6 ഇപ്രാവശ്യം 12 എന്ന് പറഞ്ഞിരിക്കണേ. എത്ര നമുക്കറിയാം, കണ്ടിട്ടില്ല. അതന്നെ ഈ കോട്ടുത്സവത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ലൊരു ഉത്സവമായി തന്നെയാണ് അത് നടക്കുന്നത്. ഉണ്ട്, എല്ലാ പ്രാവശ്യം വരാറുണ്ട്. അതെ അതെ, ആലിഞ്ചോടുള്ള. കോട്ടുത്സവത്തിനെ പറ്റി മോൾക്ക് എന്താ പറയാനുള്ളത്? നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പുല്ലൂര് ഉമ്മാന്റെ കൂടെ ഇവിടെ 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.